നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 2026 ഫെബ്രുവരി മാസം 24-ാം തീയതി. ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം ഇന്ന് മുതൽ തുടങ്ങുകയാണ്. 2000 രൂപയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ 2ാം ഗഡു വിതരണം 1000 രൂപയുടെ വിതരണവും ചിലപ്പോൾ ഇന്നുണ്ടായേക്കാം. ആർക്കെല്ലാമാണ് പെൻഷൻ ലഭിക്കുക? പെൻഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? തുടർന്നും പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. മാസം 2000 രൂപ ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണമാണ് ഇന്നുണ്ടാവുക. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ പെൻഷൻ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടാകും. പെൻഷൻ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ യെസ് എന്നും അല്ലാത്ത ആളുകൾ നോ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഏതായാലും ഇലക്ഷൻ പ്രമാണിച്ചാണ് ഇപ്പോൾ ഒരു കുടിശ്ശികയുമില്ലാതെ പെൻഷൻ വിതരണം നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തിൽ ഒരുപാട് കുടിശ്ശിക ഉണ്ടായിരുന്നു. അത് പിന്നീട് കൊടുത്തു തീർത്ത് ഇപ്പോൾ കഴിഞ്ഞ നവംബർ ഡിസംബർ മാസത്തോടു കൂടി തന്നെ കുടിശ്ശികയെല്ലാം കൊടുത്തു തീർത്തിരുന്നു. പിന്നീട് 400 രൂപ വർദ്ധിപ്പിച്ച് ഇപ്പോൾ 2000 രൂപയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവും ഇതിനിടയിൽ നടക്കുന്നുണ്ട്. 1000 രൂപയാണ് ഓരോ സ്ത്രീകൾക്കും ലഭിക്കുന്നത്. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കായിരിക്കും ഈ ഒരു പെൻഷൻ ലഭിക്കുക. അപേക്ഷിച്ച ഒട്ടുമിക്ക ആളുടെയും അപേക്ഷ ഇപ്പോൾ അപ്രൂവൽ ആയിട്ടുണ്ട്. അപ്രൂവൽ ആയ ആളുകളും മിസ് ചെയ്യുന്ന എല്ലാത്തോളം ഞാൻ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ, മാസം 2000 രൂപയുടെ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യമായിരുന്നു പെൻഷൻ മസ്റ്ററിങ്. കഴിഞ്ഞ 3-4 മാസങ്ങൾക്ക് മുമ്പ് മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്ക് എല്ലാ മാസവും 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ മസ്റ്ററിങ് സമയത്ത് മസ്റ്ററിങ് ചെയ്യാം. അങ്ങനെ അവർക്ക് കഴിഞ്ഞ മാസങ്ങളിൽ പെൻഷൻ മുടങ്ങിയ ആളുകൾക്കും പിന്നീട് പെൻഷൻ ലഭിക്കുന്നതാണ്. ഇത് ശ്രദ്ധിക്കേണ്ടത്, പെൻഷൻ മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾ മാത്രം ചെയ്താൽ മതി. അവർക്ക് 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ഇതിന് അവസരമുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇത്രയും കാലമായി വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ഒരുപാട് ആളുകൾ ഇനിയും ബാക്കിയുണ്ട്. അവർക്ക് അടുത്ത ജൂണിന് മുമ്പ് തന്നെ ഈ വരുമാന സർട്ടിഫിക്കറ്റ് നൽകണം. അവർ ജൂണിന് കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക. വിധവ പെൻഷൻ ലഭിക്കുന്ന സ്ത്രീകൾ എല്ലാ വർഷവും നൽകേണ്ട സത്യാമൂലമുണ്ട്. അതിൻ്റെ കാലാവധി ഡിസംബർ ജനുവരി മാസത്തിലാണ് നൽകേണ്ടത്. അത് നൽകാത്ത ആളുകൾ നിർബന്ധമായിട്ടും ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ സർക്കാർ പറയുന്ന കാര്യങ്ങൾ യഥാസന്ധം ചെയ്തു കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് തുടർന്നും പെൻഷൻ ലഭിക്കുക. അല്ലാത്ത പക്ഷം പിന്നീട് നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷ സമർപ്പിക്കാനും സാധിക്കുന്നുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ, വിധവകളായ ആളുകൾ എന്നിവർക്കെല്ലാം ഇപ്പോൾ പെൻഷൻ അപേക്ഷിക്കാം. പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപേക്ഷകളും ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അക്ഷയ കേന്ദ്രങ്ങൾ, ഓൺലൈൻ സെൻറ്ററുകൾ വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അതിന് നിങ്ങളുടെ പ്രായം തെളിയിക്കുന്ന രേഖ, ഫോട്ടോ, റേഷൻ കാർഡ്, ആധാർ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ റെഡിയാക്കി നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.